ഉത്തിഷ്ടോത്തിഷ്ട ഗോവിന്ദ ഉത്തിഷ്ടഗരുഡധ്വജ ഉത്തിഷ്ട കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. അല്ലയോ ഭഗവാൻ വിഷ്ണു, നിദ്രയിൽ നിന്ന് എഴുന്നേറ്റ് ലോകത്രയത്തെ അനുഗ്രഹിച്ചാലും എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഏതൊരു ഭക്തൻ്റെയും മനസ്സിൽ സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും എല്ലാം ചിന്ത ഉണർത്തുന്ന ശ്രീ ഗുരുവായൂരപ്പനെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഗുരുവായൂർ ഏകാദശി വരുന്ന സമയമാണ് ഈ വരുന്ന 2025 ഡിസംബർ 1 വൃശ്ചികം 15-ാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശി വരുന്നത്. തിങ്കളാഴ്ച ദിവസം പുണ്യവും അനുഗ്രഹങ്ങളും ഇഷ്ടസിദ്ധിയുമൊക്കെ കിട്ടുന്ന ഏകാദശി വ്രതത്തെ പറ്റി പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഏകാദശി ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രതിപദം മുതലുള്ള തിഥികളിൽ 11ാമത്തേതാണ് ഏകാദശി. അന്ന് ഹിന്ദുക്കൾ വിഷ്ണുപ്രീതിക്കായിട്ടും പാപശാന്തിക്കായിട്ടുമൊക്കെ അനുഷ്ഠിക്കുന്ന വ്രതമാണ് ഈ ഏകാദശി വ്രതം. മാസത്തിലെ ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും ഓരോ ഏകാദശിയുണ്ട്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. മണ്ഡലകാലത്ത് ഇത് ആഘോഷിക്കപ്പെടുന്നു എന്ന വിശേഷവുമുണ്ട്. ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പനെ ഏറ്റവും ആരാധിക്കുവാൻ പറ്റിയ ദിവസങ്ങളിലൊന്നാണിത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷങ്ങളിലൊന്നാണ് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിച്ചതിൻ്റെ ഫലം കിട്ടുമെന്ന് കൂടി വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ മറ്റേത് ദിവസവും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ ലഭിക്കുന്ന സത്ഫലത്തിൻ്റെ അനേകം മടങ്ങ് സത്ഫലവും പുണ്യവും ഏകാദശി വ്രതം അനുഷ്ഠിച്ച ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഏകാദശിയെ ഉത്താന ഏകാദശി എന്ന പേരിലും പ്രസിദ്ധമാണ്. യോഗനിദ്രയിൽ നിന്ന് ഭഗവാൻ വിഷ്ണു ഉണർന്നെഴുന്നേൽക്കുന്ന ദിവസമാണ് ഈ ഉത്താന ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള വിളക്കുകൾ ഏകാദശിക്ക് 1 മാസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ ആരംഭിക്കും. ഇതിൻ്റെ അഷ്ടമി, നവമി, ദശമി ഏകാദശി വിളക്കുകളുടെ ദർശനം അതീവ ശ്രേഷ്ഠമാണ് താനും. ഗുരുവായൂർ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കുന്നത് ഉത്തമമാണ്. ഇത് ജീവിത ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റി ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കുവാൻ ഉപകരിക്കും. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് വരുന്ന ദ്വാദശി ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ കൂത്തമ്പലത്തിൽ ഗുരുവായൂരപ്പന് ദ്വാദശി പണം വയ്ക്കൽ എന്നൊരു സവിശേഷമായ ചടങ്ങുണ്ട്. ഇതും അതീവ ശ്രേഷ്ഠമാണ്. വേദവൈജ്ഞാനികരുടെ സാന്നിധ്യത്തിൽ ഭക്തർ അന്ന് സമർപ്പിക്കുന്ന ഭക്തിപൂർണമായ ദക്ഷിണയാണ് ദ്വാദശി പണം. ദക്ഷിണ സമർപ്പിക്കുന്ന ഭക്തർക്ക് ധനപരമായ നഷ്ടങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളുമൊക്കെ അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും ദുരിത നിവാരണവും അഭീഷ്ടസിദ്ധിയുമൊക്കെ കൈവരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏകാദശി ദിവസം ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. ഏകാദശി ദിവസം പുലർച്ചെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് തുളസിക്ക് 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് അരയാളിനും 7 പ്രാവശ്യം പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് താനും. ഏകാദശി നാളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഫലപ്രാപ്തി വർദ്ധിക്കാൻ ഉപകരിക്കും. ഏതൊരു ദാനവും ഏകാദശി നാളിൽ ചെയ്താൽ കൂടുതൽ ഗുണം ലഭിക്കുമെന്നറിയുക. ഏകാദശി വ്രതവിധികൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുകയും വേണം. അതായത് ഏകാദശി വ്രതാനുഷ്ഠാന വിധിയുണ്ട്. അതായത് ദശമി ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കണം. വെറും തറയിലാവണം ശയനം. സഹശയനം പാടില്ല. ഏകാദശി ദിവസം രാവിലെ കുളിച്ച് കഴിയുമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ആ ദിവസം മുഴുവനും തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ഈശ്വരഭജനവുമായി കഴിച്ചു കൂട്ടുന്നത് ഉത്തമമാണ്. ഊണുറക്കങ്ങൾ ആ ദിവസം തീർത്തും വർജ്യമാണ്. അതായത് ഏകാദശി നാളിൽ ശുദ്ധ ഉപവാസം വേണം. ദശമി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. ഏകാദശി നാളിൽ രാത്രിയിൽ ഉറങ്ങാതെ ഭഗവത് പ്രാർത്ഥനയോടെ കഴിയണം. ദ്വാദശി നാളിലും ഒരിക്കൽ ഊണ് പാലിക്കുകയും വേണം. തുളസി തീർത്ഥം സേവിക്കാം. ഏകാദശി തിഥിയുടെ അന്ത്യപാദവും ദ്വാദശിയുടെ ആദ്യപാദവും ചേർന്ന 30 നാഴികയാണ് ഹരിവാസരം. ഈ സമയം ജലപാനം കൂടി ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കാറുണ്ട്. തൈലം, താമ്പൂലചർവണം, സ്ത്രീ സേവ എന്നിവ ഒഴിവാക്കുകയും മനഃശുദ്ധിയും ശരീരശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുകയും വേണം. ദ്വാദശി ദിനത്തിൽ കുളിച്ച് വിഷ്ണു പൂജ ചെയ്യണം. ബ്രാഹ്മണർക്ക് ദാനം, ഭോജനം തുടങ്ങിയവയും നൽകാറുണ്ട്. അതിനുശേഷമാണ് പാരണ, അതായത് വ്രതസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഭക്ഷണം. ആ ദിവസം പിന്നെ ഭക്ഷണം കഴിക്കരുത്. ഏകാദശി ദിനത്തിലെ പൂർണ്ണോപവാസം ഏവർക്കും സാധിച്ചു എന്ന് വരികയില്ല. അങ്ങനെയുള്ളവർ ഒരു നേരം ഫലവർഗ്ഗങ്ങളോ മറ്റോ കഴിക്കാം. നെല്ലരിച്ചോറും അരി കൊണ്ടുള്ള പലഹാരങ്ങളുമൊക്കെ തീർത്തും വർജ്യമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിൽ അരിയാഹാരം നിർബന്ധമായും ഉപയോഗിക്കരുതെന്നാണ് വിധി. പിന്നെ ഈ ഒരു ദിവസത്തിന് ഗീതാ ദിനമായിട്ടും അറിയപ്പെടുന്നു.
ശ്രീകൃഷ്ണ ഭഗവാന് കുരുക്ഷേത്ര യുദ്ധവേളയിൽ അർജുനന് ഗീതോപദേശം നൽകിയ പുണ്യദിനത്തിനെയാണ് ഗീതാദിനമായിട്ട് അറിയപ്പെടുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അതായത് ഇതൊരു ദിവസം ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ വെച്ച് ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ഗീതാ പ്രഭാഷണം നടത്തുന്നതും ഭാഗ്യാനുഭവ സിദ്ധിക്ക് ഉപകരിക്കും. ഇങ്ങനെ ഗീതാപാരായണം ചെയ്യുകയോ ഗീതാ പ്രഭാഷണം നടത്തുകയോ ചെയ്യുന്നവർ തലേ ദിവസം മുതൽ തന്നെ വ്രതനിഷ്ഠ പാലിക്കണമത്രേ. ഉപവാസവ്രതമാണ് ഉത്തമം. വ്രതത്തിൻ്റെ മറ്റ് പൊതുനിഷ്ഠകളും പാലിക്കണം. വ്രതദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്. ഈ ദിവസം വീട്ടിൽ വരുന്ന എല്ലാവരെയും അതിഥി പൂജ ചെയ്ത് യഥാവിധി സൽക്കരിക്കുന്നതും ശ്രേഷ്ഠമത്രേ. വ്രതമെടുക്കുന്നവർ പിറ്റേ ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിക്കണം. ഗുരുവായൂരിൽ ഗീതാദിന ദിവസം 7 മണി മുതൽ വെച്ച് കൂത്തമ്പലത്തിൽ വെച്ച് ഗീതാപാരായണവും ഗീതാപ്രഭാഷണവും ഒക്കെ നടത്താറുണ്ട്. ഇനി ഈ ഏകാദശി വ്രതം നോക്കുകയും അതുപോലെ തന്നെ ഈ വിഷ്ണു ഭജനവുമൊക്കെ ഈ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതുമൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ പറ്റി പറയാം. അതായത് സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. സുഖം മാത്രമോ ദുഃഖം മാത്രമോ ആർക്കും ലഭിക്കാറില്ല. ഒരു കയറ്റത്തിന് ഒരിറക്കം, അല്ലെങ്കിൽ ഒരു കുന്നിന് ഒരു കുഴി എന്നൊക്കെ പറയും പോലെ നിസ്സാരമായി ഒരു വഴിയിലൂടെ നാം ഈ പറയുന്നതൊക്കെ ജീവിതത്തിൻ്റെ ക്ഷണിക ഭാവം വ്യക്തമാക്കുന്ന വേദാന്ത തത്വമാണ്. ഗ്രഹങ്ങൾ മനുഷ്യജീവിതത്തിലെ ഇത്തരം സുഖദുഃഖങ്ങളെ സ്വാധീനിക്കുന്നു. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് നവഗ്രഹങ്ങളുടെ പ്രീതി പ്രധാനമാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വ്യാഴം. ഗുരുവെന്നും ബൃഹസ്പതി എന്നുമൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ വ്യാഴം ഓരോ തരത്തിൽ അതിൻ്റെ രാശിമാറ്റങ്ങളിലൂടെയൊക്കെ മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്നു. അപ്പോൾ ഈ വ്യാഴം ജാതകത്തിലും ഒക്കെ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്കും ചാരവശാൽ വ്യാഴം ദോഷസ്ഥാനത്ത് നിന്നുകൊണ്ട് അരിഷ്ടതകളൊക്കെ നടത്തുകയാണെങ്കിൽ വിഷ്ണു ഭജനമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ളവർക്കാണ് ഈ ഏകാദശി വ്രതം ഏറ്റവും ഉപകാരപ്പെടുക എന്ന് മനസ്സിലാക്കുക. ഏകാദശി വ്രതം നോറ്റുന്നതോടെ ഇവർക്കതൊരു രക്ഷാകവചമായിട്ട് സർവേശ്വരകാരകനായ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് മൂലമുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന കുറവുകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുവാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുമെന്ന് തന്നെ മനസ്സിലാക്കണം. ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഏവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. വീഡിയോ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.